ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഹൈക്കോ എന്ന് പറഞ്ഞ ജാപ്പനീസ് പടം കാണാൻ വേണ്ടി വന്നേക്കാനാണ്. രാവിലെ ഞാൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയും കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് ഹൈക്കോ കാണാൻ വേണ്ടി വന്നേക്കാനാണ്. ഈ സിനിമ കാണണം. എനിക്ക് ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാച്ചേഴ്സ് സിനിമ സ്ക്രീൻ 7-ലാണ്. F1 ആണ് അപ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ്. ഹൗസ് ഫുള്ളാണ് കേട്ടോ. ഹൈക്യൂ ഒരു ജാപ്പനീസ് ആനിമേ മൂവിയാണ്. ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഒരു ആനിമേ മൂവി നമ്മൾ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ അതൊരു ഡിഫറെൻ്റ് അനുഭവമായിരിക്കും. രണ്ടാമത് ഇതൊരു സ്പോർട്സ് ബേസ്ഡ് ആനിമേ മൂവിയാണ്. ഇതൊരു സ്പോർട്സ് ബേസ്ഡ് ആനിമയാണ്. ഇതൊരു സ്പോർട്സ് ബേസ്ഡ് മാങ്കയായിരുന്നു. അപ്പോൾ ഞാൻ പക്ഷേ ഇതിൻ്റെ ഒരൊറ്റ എപ്പിസോഡ്സ് പോലും കണ്ടിട്ടില്ല. ഇത് 5 സീസൺ എന്തോ ഉണ്ട്, ഏകദേശം 93 എപ്പിസോഡ് എന്തോ ഉണ്ട്. ഞാൻ പക്ഷെ ഒന്നും കാണാണ്ട് ബ്ലൈൻഡായിട്ടാണ് പോയി കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുറച്ചും കൂടി കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമി ഇതുവരെ കണ്ടിട്ടില്ല. അതായത് വോളിബോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈസ്കൂളിലുള്ള പിള്ളേരുടെ ഒരു കഥ പറയുന്ന ആനിമയാണ്. മെയിൻലി 2 സ്കൂളുകൾ തമ്മിലുള്ള അതിലുള്ള മെയിൻ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് ആണ് കൂടുതൽ ഈ ആനിമയിൽ വരുന്നത്. അതിനിടെ വേറെ കുറേ ക്യാരക്ടേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഒരു ഫേസ് ഓഫാണ് ഇതിനകത്ത് മെയിനായിട്ട് കാണുന്നത്. അത് രസമായിരുന്നു, ഭയങ്കര ഡിഫറെൻ്റ് അനുഭവമായിരുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയ കാര്യം, ഇതിൻ്റെ ആനിമേഷൻ സ്റ്റൈൽ പഴയ ടൈപ്പ് സ്കെച്ചി മാങ്ക ആനിമേഷൻ സ്റ്റൈലാണ്. പഴയ ആനിമേഷൻ സ്റ്റൈലാണ് ഇതിനകത്തുള്ളത്. ചില ഏരിയാസിൽ രസമായിട്ട് തോന്നും, ചില ഏരിയാസിൽ ഭയങ്കര ഡള്ളായി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് ഈ ആനിമേ ചെയ്തിരിക്കുന്ന ഒരു രീതി വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിച്ചത് PVR ഫോളം ആയതുകൊണ്ട് തന്നെ ചുറ്റും സറൗണ്ട് സൗണ്ടൊക്കെ വന്ന് ഭയങ്കര അടിപൊളിയായിരിക്കുന്നതാണ്. ഇതങ്ങനെയല്ല, കൂടുതലും സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് മാത്രം വന്നുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഫ്രണ്ട് സ്പീക്കേഴ്സ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഉള്ളൂ. കാരണം ഇതിൻ്റെ ഫോർമാറ്റ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന DCP അങ്ങനത്തെ ആയിരുന്നുകൊണ്ട് സറൗണ്ട് സൗണ്ട് ആയിരുന്നു എനിക്ക് തോന്നണേ ഇല്ല. ഫ്രണ്ടിൽ നിന്ന് മാത്രം സൗണ്ട് വരുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ഇരുന്ന് TV-യിലൊക്കെ കാണുമ്പോൾ വരുന്ന ഒരു ടൈപ്പ് ഒരു ഫീലിംഗേ വന്നുള്ളൂ. അത് ഇതിൻ്റെ DCP-യുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതേ സ്ക്രീനിൽ ഞാൻ വേറെ സിനിമ കണ്ടപ്പോൾ ഭയങ്കര സറൗണ്ട് സൗണ്ട് ആയിരുന്നു. അത് വേറെ സിനിമ വൈകുന്നേരം കണ്ടായിരുന്നു, സെയിം സ്ക്രീനിൽ തന്നെ. അപ്പോൾ അതുകൂടാതെ ഒരുപാട് സിനിമകൾ ഞാൻ ഇതേ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ സറൗണ്ട് സൗണ്ട് എഫക്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല കിടിലാണ്. പക്ഷേ ഈവൻ സിനിമ തുടങ്ങുന്ന മുന്നേ ഡോൾബി 7.1 എഴുതി കാണിക്കുന്ന സമയത്തുള്ള സറൗണ്ട് സൗണ്ടൊക്കെ കിടുമായിരുന്നു. പക്ഷേ ആനിമേ നടക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് മാത്രമുള്ള സൗണ്ട് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. കാരണം ഇതിനകത്ത് കുറേ നല്ല കിഡിലും മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. ആ മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ സറൗണ്ടിൽ വന്നിരുന്ന കിഡിലിനായിരുന്നു, അതിനെ എനിക്ക് ഫീലായി. അപ്പോൾ അത് ഒരു ലെറ്റ് ഡൗൺ തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു ആനിമേ ഒരു ഫൈറ്റിംഗ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള ആനിമേ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് മെയിൻലി വോളിബോളാണ്. വോളിബോളിൻ്റെ കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നതും അത് എങ്ങനെ കളി ജയിക്കാനും പോയിന്റ്സ് നേടാനുള്ള അങ്ങനത്തെ ചെറിയ സ്ട്രാറ്റജീസേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതിന് മുന്നേ എക്സ്പോസ്ഡ് ആയിരുന്ന ആനിമേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നറൂട്ടോ, ഈവൻ നമ്മുടെ വൺ പീസിൻ്റെ നെറ്റ്ഫ്ലിക്സ് റിയൽ ആക്ഷൻ വേർഷനും കാര്യങ്ങൾ, ഡെത്ത് നോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതും ആയിക്കോട്ടെ, അറ്റാക്ക് ഓൺ ടൈറ്റൻ ആയിക്കോട്ടെ, എല്ലാം. ഈവൻ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിന്നെ ചെയിൻസോ മാൻ, നമ്മുടെ സൈതാമ, വൺ പഞ്ച് മാൻ, പിന്നെ അതൊക്കെ ഞാൻ കണ്ടു തീർത്തു. ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജുജുത്സു കൈസനാണ്. പിന്നെ നമ്മുടെ ഡീമൺ സ്ലെയർ. ഇതെല്ലാത്തിലും ഭയങ്കര സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീമൺ സ്ലെയറിൽ വേറൊരു തരം ടൂർണമെൻറ്റാണ്, നറൂട്ടോയിൽ വേറൊരു തരം ടൂർണമെൻറ്റാണ്. അപ്പം അതായിട്ട് ഇതിലൊരു ബന്ധമില്ല. ഇത് പക്ക മാക്സിമം റിയലിസം ഉള്ള രീതിയിലേക്കാണ് ഈ ആനിമേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മറ്റേ സംഭവങ്ങൾ വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതിൽ എനിക്ക് കിട്ടിയില്ല. കാരണം വെച്ചാൽ മറ്റത് ഫൈറ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി സാധനങ്ങൾ, കുറേ പവറും അതും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. ഇതിൽ വേറൊരു ടൈപ്പ് ഫീലാണ്. പക്ഷേ അപ്പോഴും ആനിമയുടെ ഒരു ക്വാളിറ്റി കാണിച്ചത് എവിടെയെന്ന് വെച്ചാൽ, ഈ സിനിമ എൻഡ് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഹാഫ് ഏകദേശം 1 hour ആയപ്പോഴേക്കും ആയി. ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ആവശ്യം ഉണ്ടായില്ല. കാരണം സെക്കൻഡ് ഹാഫ് വെറും 1/2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തീർന്നു പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇതിങ്ങനെ എൻഡ് ചെയ്ത പോലെ ഒരു ഫീലിംഗ് നല്ലപോലെ നൽകിയായിരുന്നു. പക്ഷെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ആനിമേ കിഡിലെ സ്റ്റോറി ലൈൻ ആയിരിക്കും. ഇതിൻ്റെ എൻഡിങ്ങിൽ ഒരു പർട്ടിക്കുലർ ടീം അല്ല ഒരാൾ കളി ജയിക്കുമല്ലോ. ആ ജയിക്കുന്നത് എങ്ങനെയാണ്, മറ്റേ ആൾ എങ്ങനെ തോക്കുന്നതെന്ന് കാണിച്ചത് ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു രീതിയിലാണ്. ഞാൻ ഇന്നേ വരെ ഒരൊറ്റ വോളിബോൾ ബേസ്ഡ് നല്ല ഒരൊറ്റ ഒരു
സ്പോർട്സ് ബേസ്ഡ് ഒരു മൂവി പോലും ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കാണിച്ചുകൊണ്ട് കളി എങ്ങനെയാണ് തോറ്റത് അല്ലെങ്കിൽ കളി എങ്ങനെയാണ് മറ്റേ ആൾ ജയിച്ചതെന്ന് കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അവിടെയാണ് ആനിമയുടെ റൈറ്റിംഗ്, അവിടെയാണ് മാങ്ക ആർട്ടിസ്റ്റിൻ്റെയൊക്കെ റൈറ്റിംഗ് വരുന്നത്. ഒരു രക്ഷയില്ല, റൈറ്റിങ്ങിൽ അവർക്ക് ഇല്ലാടികളായിരിക്കും. അമ്മാതിരി എക്സ്പ്ലനേഷൻസ് കൊണ്ടുവരും ആനിമയിൽ. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ്, അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതിനകത്ത് അത് എൻഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആസ് എ ഹോൾ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എക്സൈറ്റിംഗ് ആയിരുന്നു. ഒരു ആനിമെ ബേസ്ഡ് സിനിമ തിയേറ്ററിൽ കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല. പിന്നെ 99 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് എനിക്ക് പൈസ നഷ്ടമായിട്ടോ ഒന്നും ഫീലായില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഓഡിയൻസ് അടിപൊളിയായിരുന്നു, നല്ല റിയാക്ട് ചെയ്യുന്നൊരു ഓഡിയൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ മനസ്സിൽ കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ പോയിന്റ്സ് നേടുമ്പോഴും പോയിന്റ്സ് പോകുമ്പോഴൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓഡിയൻസിൽ നിന്ന്. പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം പോയത് അറ്റാക്ക് ഓൺ ടൈറ്റൻ പോലെയുള്ള ഒരു ആനിമേ ഇവിടെ ഇരുന്ന് കാണുമ്പോഴുള്ള ഫീല്, അല്ലെങ്കിൽ നാറൂട്ടോയിൽ നമ്മുടെ മൈറ്റ് ഗൈ വേഴ്സസ് മാദ്ര ആ ഫൈറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഷിനോബി വോർ വരുമ്പോഴുള്ള ആ സീക്വൻസ് സിനിമയാക്കി ഇറങ്ങി കഴിഞ്ഞാൽ ആ ഷിനോബി വോർ മാത്രം എടുത്തിട്ട് സീക്വൻസ് ആക്കി ഒരു സിനിമയായിട്ട് എടുത്തു കഴിഞ്ഞാൽ മോനെ തിയേറ്റർ ഇറപ്റ്റ് ചെയ്യും. വൺ പീസൊക്കെ കൊണ്ടുവന്ന് തിയേറ്ററിലിട്ട് എനിക്കൊന്ന് തിയേറ്റർ ഇറപ്റ്റ് ചെയ്യും. അത്രയും ഫാൻസ് ഇവിടെ ഉണ്ട്. ഈവൻ ഡെത്ത് നോട്ടൊക്കെ ഒരു മൂവിയായിട്ട് ആനിമി മൂവിയായിട്ട് വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു തിയേറ്റർ വിൽ ലിറ്ററലി എക്സ്പ്ലോഡ് ബൈ ദ ഫാൻസ്. കാരണം അത്രയും ആ പറഞ്ഞ ആനിമേസിലൊക്കെ ഒരു സാധനമുണ്ട്. ഇതിപ്പോൾ ഞാൻ മെയിൻ സ്ട്രീം ആനിമേസിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഒരു കട്ട ആനിമേ ലവർ എന്ന് പറയുമ്പോൾ ആള് 300ഓളം ആനിമയൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. മോൺസ്റ്റർ, എന്താണ് ബ്ലീച്ച് എന്ന് മാത്രമല്ല ഇഷ്ടംപോലെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ഞാനും കണ്ടിട്ടുണ്ട്. ബ്രദർഹുഡ് രണ്ടും കണ്ടിട്ടുണ്ട്. ബ്രദർഹുഡ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഭയങ്കര അടിപൊളിയായിരുന്നത്. അപ്പോൾ കുറേ ഉണ്ട്. ആനിമയുടെ കാര്യം പറയുമ്പോൾ സാഗരം കണക്കിന് കോണ്ടന്റ് ഉണ്ട്. ഈ അങ്ങനത്തെ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള, കുറച്ചുകൂടി എന്താ പറയുക, എനർജറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി മാസ് ഓഡിയൻസിനെ പ്ലേസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ആനിമ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ തിയേറ്റർ പിടിച്ചാൽ കിട്ടൂല. ആൾക്കാർ സീറ്റിന് മേളിൽ കയറും ചിലപ്പോൾ, അത്രയും രസമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആനിമ മൂവി എനിക്ക് കാണണം. ഇപ്പോൾ ഡീമൺ സ്ലെയറിന് മൊത്തം കണ്ടു തീർത്താലും എനിക്ക് ഡീമൺ സ്ലെയറിൻ്റെ സിനിമ വരുമ്പോൾ അതൊക്കെ പോയി കാണാൻ പറ്റില്ല. ഇതുവരെ മൊത്തം കണ്ടു തീർത്തിട്ടില്ല, എൻ്റെ സമയം കിട്ടിയിട്ടില്ല. മൊത്തം കണ്ടു തീർത്തിട്ട് വേണം എനിക്കത് തിയേറ്ററിൽ കാണാം. ഇപ്പോൾ ചെയിൻസോ മാൻ പോലെയുള്ള ഒരു ആനിമയൊക്കെ, അല്ലെങ്കിൽ വൺ പഞ്ച് മാൻ പോലത്തെ ഒരു ആനിമയൊക്കെ തിയേറ്ററിൽ കണ്ടാൽ ഭയങ്കര ഓമ എഴുന്നേറ്റ് വെക്കും. അതിനകത്ത് വൺ പഞ്ച് മാനിൽ സായിത്താമ പഞ്ച് ചെയ്യാൻ വേണ്ടി കൈ വീശുമ്പോൾ ഒരു മ്യൂസിക് ഇട്ട് എൻ്റെ നമ്മുടെ റിംഗ് ടോണാണ് മൊബൈലിൽ. ആ സാധനം ഇത് പറയുമ്പോൾ ലിറ്ററലി എനിക്ക് രോമാഞ്ചം വന്നു, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ മ്യൂസിക്, ആ സാധനം ഒരു തിയേറ്ററിൽ കേൾക്കുമ്പോണ്ടല്ല നമ്മുടെ നെഞ്ചിക്കൂടെ തലയും കണ്ണീന്ന് പുറത്തു വരും. അമ്മാതിരി സാധനമാണ് ആ മ്യൂസിക്. ഈവൻ നമ്മുടെ വൺ പീസിൽ ഒരു സാധനമുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്, കുറേ സാധനം. ഈവൻ നാറൂട്ടോയിലൊക്കെ ആണെങ്കിൽ ഓയിസ്റ്റിയുടെ കളിയാണ്. ഇതൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ രോമാഞ്ച പുളകിതനായി പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ അങ്ങനത്തെ കോണ്ടന്റ് വരണം, അങ്ങനത്തെ ആനിമി മൂവീസ് വന്നിട്ട് കാര്യമുള്ളൂ. ഈവൻ ഡ്രാഗൺ ബോൾസ് ഈ ബ്രോളി ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് കാണാൻ അടിപൊളിയായിരിക്കും. എനിക്കൊരു മെഗാ പടം മിസ്സായി പോയി. ഞാൻ ഡ്രാഗൺ ബോൾ സൂപ്പർ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകാമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് നഷ്ടമായി. എന്നാലും കുഴപ്പമില്ല, ഒന്ന് പോയി കാണാം. ഈ കുറേ സ്പോയിലറൊക്കെ വന്ന് പോകുന്ന വിചാരിച്ച് കാണാതെ പോയതാണ്. പക്ഷേ എൻ്റെ സൈഡിൽ നിന്ന് വെച്ചാൽ മച്ചാൻ എന്നോട് പറഞ്ഞത് അവർ ഡ്രാഗൺ ബോൾസി ബ്രോളി ബേസ്ഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള കഴിഞ്ഞ കൊല്ലം വന്ന മൂവി കണ്ടായിരുന്നു, വേറെ ലെവലായിരുന്നു പറഞ്ഞു. അപ്പം ഇപ്പം എനിക്കിപ്പോൾ ഒരു ഇത് കിട്ടി. എന്തൊക്കെ കൊണ്ടുപോയാലും ശരി തിയേറ്ററിൽ ആനിമെ മൂവീസ് വരുമ്പോൾ വന്നങ്ങോട്ട് കാണാമെന്ന്. കാരണം ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയായിരിക്കും. സ്പിരിറ്റഡ് അവേ എന്ന് പറഞ്ഞ ഒരു ആനിമെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവി ഉണ്ട്, ഭയങ്കര അടിപൊളി പടമാണ്. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ് അത്. പക്ഷേ റീസെൻ്റ്ലി തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടപ്പോഴേക്കും വൈകിപ്പോയി, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്നേലും ആ സിനിമയൊക്കെ തിയേറ്ററിൽ വരികയാണെങ്കിൽ റിലീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അന്യായ ഒരു പടം കൂടിയാണത്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. കുറേ അതേ സിനിമയുടെ ഡയറക്ടറിൻ്റെ മറ്റുള്ള കുറേ സിനിമകളൊക്കെ ഉണ്ട്, എല്ലാം കിടലാണ്. എന്തായാലും ഈ വായിക്കുള്ളില്ലാത്ത ഇച്ചിരി പേരുകളായതുകൊണ്ടാണ് ചിലത് പറയാൻ പറ്റാത്തത്. സ്പിരിറ്റഡ് അവേ എന്നൊക്കെ പറയുമ്പോൾ ഓർത്തേക്കും, ചിലതൊക്കെ ഇങ്ങനെ വല്ലാത്ത പേരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടില്ല. ജാപ്പനീസ് വായിക്കാനൊന്നും എനിക്കങ്ങനെ അറിയാൻ പാടില്ല. ഇപ്പോൾ ആനിമയെ കണ്ട് കുറേ വേർഡ്സൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ സംസാരിക്കുന്നത്. എന്തായാലും എനിക്കിതൊരു അനുഭവം നല്ലത് തന്നെയായിരുന്നു. പക്ഷേ ഐ വാണ്ടഡ് മോർ. എൻ്റെ ഉള്ളിൽ ആനിമെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു നറൂട്ടോ ഫാനായ ഒരാൾ
എൻ്റെ തേസ്റ്റ് അടങ്ങിയില്ല. എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഓളത്തിലും ആരവത്തിലും കയറി ചാടി ഒരു അവഞ്ചേഴ്സ് പടമൊക്കെ കാണുമ്പോൾ ചാടുന്ന എഫക്റ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ വൺ പീസോ നോറുട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആനിമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ കുറേ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതുപോലെയുള്ളൊരു ഓഡിയൻസ്, എന്നെപ്പോലെ ആനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആനിമയെ ജീവനായിട്ട് കാണുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അവരുടെയൊക്കെ കൂടി ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന റെസൊനേറ്റ് ചെയ്യണ ഒരു എനർജി ഉണ്ട്. അത് കുറച്ചും കൂടി എനിക്ക് വേണമായിരുന്നു. എനിക്ക് ഐ വാണ്ടഡ് മോർ. അതാണ് സംഭവം. അപ്പോൾ ഇനി എന്തായാലും PVR ഇതുപോലെയുള്ള വേറെ ആനിമെ മൂവീസ് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് PVR. ഞാൻ എടുത്ത് പറയണം, കാരണം മറ്റുള്ള തിയേറ്റേഴ്സൊന്നും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. ആകെ വനിതയിൽ മാത്രമാണ് ഞാൻ ഡീമൺ സ്ലെയർ വന്ന് കണ്ടിട്ടുള്ളൂ. അന്ന് കയറി കണ്ടാൽ മതിയായിരുന്നു. അതും സ്ക്രീൻ 3 എവിടെയോ ആയിരുന്നു. കണ്ടാൽ മതിയായിരുന്നു. കണ്ടവരൊക്കെ വീടിലെ എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞത്. പിന്നെ വൺ പീസ് റെഡ് മൂവി വന്നിട്ടുണ്ടായിരുന്നു. വൺ പീസ് ഞാൻ ആ സമയത്ത് കാണാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ വൺ പീസ് എൻ്റെ റിട്ടയർമെൻറ്റിന് വേണ്ടി വെച്ചിരിക്കുന്നത്. കാരണം 1200 എപ്പിസോഡ് ഉണ്ടാവും. മൊത്തം കുത്തിയിരുന്ന് സമാധാനമായിട്ട് ഒരൊറ്റ ഫ്ലോ ഇരുന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ ഇരുന്ന് മറ്റേ ലൈവ് ആക്ഷൻ കണ്ടോളാം. കാരണം 70 എപ്പിസോഡോളം 10 എപ്പിസോഡാക്കി നെറ്റ്ഫ്ലിക്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ 1100 എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 70 എപ്പിസോഡിൽ ഇരുന്ന് കണ്ടു തീർക്കാം എന്നുള്ള മൈൻഡിലിരിക്കുന്നതാണ് ഞാൻ. എനിവേസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ആനിമേ ഇരുന്ന് കാണുമോ? തീർച്ചയായിട്ടും കാണും. എന്താണ് ലൈവ് ആക്ഷൻ കണ്ടതിന് ശേഷമാണെങ്കിലും ആനിമേഷൻ കാണുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ആനിമേഷൻ എന്ന് പറയുമ്പോൾ ആനിമേ എന്ന് തന്നെ പറയണം. അപ്പോൾ ആനിം വേർഷൻ എല്ലാവരും എന്നോട് കാണാൻ പറയുന്നുണ്ട്. കാരണം കണ്ടവരെല്ലാവരും പറയുന്നത് അത് കണ്ടതിന് ശേഷം അതിൽ മുകളിൽ നിൽക്കുന്ന ഒന്നും ഇല്ലാന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അത് ആദ്യം കയറി കണ്ടാൽ ശരിയാവില്ല. എല്ലാം കണ്ടതിന് ശേഷം മികച്ചത് കാണാനുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എല്ലാവരും അങ്ങനെ പറയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും. ഇതുപോലെ ലേറ്റായിട്ട് കണ്ടൊരു ആനിമയാണ് ഞാൻ AOT. കിളി പറിച്ചു കളഞ്ഞാണ്. എസ്പെഷ്യലി ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് ആനിമെ ഹിസ്റ്ററിയിൽ തന്നെ ഗംഭീരമായ ഒരു ട്വിസ്റ്റും ഒരു വൻ ചതിയും കണ്ട ഒരു സീനായിരുന്നു. ഒരു രക്ഷയില്ല. അത് രോമ എഴുന്നേറ്റ് അമ്മമാരെ കിട്ടിങ്ങനെ അടിച്ച് ചെകിളം പൊത്താനുള്ള ദേഷ്യം വരെ വന്നു. അമ്മമാരെ കിട്ടുന്ന സ്ഥലം. ഈ ആനിമയ്ക്ക് വേറെ ഒരു കുഴപ്പമുണ്ട്. ഈ ഭയങ്കര ഒരു ഇമോഷൻസ്. ഒരു സാധാ സിനിമ ആണോ അല്ല, ആനിമയിൽ നമ്മൾ ഇൻവെസ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്താവും ആ വേൾഡിൻ്റെ. ചില സമയത്ത് ചില ആനിമയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ അകത്താവും. ഇപ്പം ഞാൻ ചെയിൻസോ മാൻ കണ്ടപ്പോഴേക്കും പൊച്ചീറ്റിനെ കണ്ട് ഞാൻ ഫാനായിട്ട് പിന്നെ ആ ഫുള്ള് സാധനം ഇരുന്ന് കണ്ടു തീർന്നു. കാരണം പൊച്ചീറ്റ ആ ഫുള്ള് ആനിമയിൽ പൊച്ചീറ്റ ഇത്തിരിക്കോളം നേരമുള്ളൂ. മേ ബി എനിക്കത് 10 മിനിറ്റ് കണ്ടുള്ളൂ. പക്ഷേ എൻ്റെ അമ്മ എന്തൊരു ക്യാരക്ടറാണ് ഇത്. നമ്മളത് ആ ക്യാരക്ടറെ നമുക്ക് ഇഷ്ടപ്പെട്ട് പോകും. വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ദാറ്റ് ക്യാരക്ടർ. അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈവൻ ഏതൊരു ആനിമെ ബേസ്ഡ് ആയിട്ടുള്ള മൂവീസ് കണ്ടു കഴിഞ്ഞാൽ അവർ കരയുമ്പോൾ നമ്മൾ കരയും. അവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. അവരുടെ ഇമോഷൻസ് അവർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും. ഇപ്പം എറിൻ യേഗർ AOTയിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആകുമ്പോൾ നമ്മൾ ഇവരെന്താണ് ഇങ്ങനെ അടിക്കുന്നത്, നമ്മുടെ വല്ലടിക്കും. മനസ്സിലായില്ലേ? അത് അങ്ങനത്തെ ഒരു സാധനം അവിടെ. എന്നാൽ അവരുടെ കോൺഫ്ലിക്ട്സ് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഈ ആനിമേ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റിംഗ്, ദ ബ്രില്യൻറ്റ് റൈറ്റിങ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈവൻ പിന്നെ മാങ്ക സ്കെച്ച് ചെയ്യുന്നവരൊക്കെ ബഹുമാനം ഇവിടെ, പീക്ക് ബഹുമാനം, ഒന്നും പറയാനില്ല. എന്തായാലും ഐ ലൈക്ക് ദ മൂവി, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് കം അപ്പ് ടു മൈ എക്സ്പെക്റ്റേഷൻസ്. അത് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് മോശം മൂവി എന്നുള്ള ഒരു സെറ്റപ്പിലല്ല ഞാൻ പറയുന്നത്. എൻ്റെ ഉള്ളിലെ ആ ആർത്തി പണ്ടാരത്തിന് കൂടുതൽ വേണമെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഹൈക്കുനെ പറ്റി തോന്നിയ ഒരു കാര്യം. ഇപ്പോൾ എത്രേ ഉള്ളൂ. ബൈ ബൈ. ഇതിന് ശേഷം ഞാൻ കാണാൻ പോയ പടം ഗരുഡനാണ്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം അടുത്ത വീഡിയോയിൽ വരും. അതിന് മുന്നേ ഞാൻ 2 പടം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും 4 സിനിമയാണ് ഞാൻ മൊത്തം കണ്ടത്. വേൾഡ് മൂവി ലവേഴ്സ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൂവി ലവറായ ഞാൻ അത് മാക്സിമം അതിൻ്റെ ഓഫർ യൂട്ടിലൈസ് ചെയ്ത് 99 rupees എന്നുള്ളത്. എന്തായാലും രാവിലെ 2 പടം കണ്ടിരുന്നു. ഒന്ന് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അതിനുശേഷം ഞാൻ വേറെ പടം കണ്ടായിരുന്നില്ല. അത് ഏതായിരുന്നു? ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 കണ്ട്. അതിനുശേഷമാണ് ഹൈക്കോ കണ്ടത്. അത് കഴിഞ്ഞ് ഗരുഡനും. അപ്പോൾ എല്ലാത്തിനും വീഡിയോസ് ചാനലിലുണ്ടാവും, കണ്ടു നോക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു ശനിയാഴ്ച നേരുന്നു. ബൈ ബൈ.